തിരുനെൽവേലിയിൽ രജിസ്റ്റർ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ 19 വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. എല്ലാവരും ഇത് അന്വേഷിച്ചെത്തിയപ്പോൾ അവസാനിക്കുന്നത് ഇതൊരു ദുരഭിമാന കൊലയിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നതും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെയും എത്തുന്നതും ഇതിലേക്ക് തന്നെയായിരുന്നു. ഇത് പ്രതിശുദ്ധ വരൻ ദുരഭിമാന കൊലയാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് കുടുംബത്തിന്റെ വിശദീകരണമുണ്ട്. സംഭവം തമിഴ്നാട് വീണ്ടും ദുരഭിമാന കൊല സംബന്ധിച്ച് ചർച്ചകൾ വഴി തുറന്നിരിക്കുകയാണ്. പേട്ട സ്വദേശിയായ 25 വയസ്സുകാരൻ അനന്തകൃഷ്ണനും മരിച്ച ശിവമതിയും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു. പട്ടികജാതിക്കാരനായ അനന്തകൃഷ്ണനുമായി മകൾക്ക് ബന്ധമുള്ളതിനെ എതിർത്ത ശിവമതിയുടെ കുടുംബം 1 വർഷം മുൻപ് വിവാഹാലോചനയുമായി അനന്തകൃഷ്ണൻ എത്തിയപ്പോൾ മടക്കി അയച്ചിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ഇരുവരും പ്രണയബന്ധം തുടർന്നു. കഴിഞ്ഞ മാസം ഇവർ രജിസ്റ്റർ വിവാഹത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. ഈ മാസം 6-ാം തീയതി ചെങ്കോട്ടയിലെ ശിവഗാമി അമ്മ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാകാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനു മുന്നോടിയായി റവന്യൂ വകുപ്പിൽ നിന്ന് അവിവാഹിതരാണെന്ന സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്തിരുന്നു. വിവാഹ വിവരം അറിഞ്ഞതോടെ ശിവമതിയുടെ വീട്ടുകാർ പെൺകുട്ടിയുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും അവളെ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് അനന്തകൃഷ്ണനെ വിളിച്ച് ശിവമതി വീട്ടുകാർ തന്നെ മർദ്ദിച്ചതായും ജീവന് ഭീഷണിയുണ്ടെന്നും അറിയിച്ചിരുന്നു. ഈ ഫോൺ വിളി കഴിഞ്ഞ ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ ശിവമതി വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ വിവരം അറിയിച്ചത് അനന്തകൃഷ്ണൻ ലഭിക്കുകയായിരുന്നു. തൂങ്ങി മരിച്ച നിലയിലാണ് ശിവമതിയെ കണ്ടെത്തിയതെന്നാണ് കുടുംബം ഡോക്ടർമാരോട് പറഞ്ഞത്. വിവരമറിഞ്ഞ് ശിവമതിയുടെ വീട്ടിലെത്തിയ അനന്തകൃഷ്ണനെ മൃതദേഹം കാണാൻ പോലും അവർ അനുവദിച്ചില്ല എന്നൊരു പരാതി ഇപ്പോൾ തന്നെ രംഗത്തുണ്ട് എന്ന് പറയാം. പ്രബല ജാതിക്കാരായ വീട്ടുകാർ ശിവമതിയെ കൊലപ്പെടുത്തിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തിടുക്കത്തിൽ മൃതദേഹം ദഹിപ്പിച്ചെന്നും അനന്തകൃഷ്ണൻ ആരോപിച്ചു. തുടർന്ന് അനന്തകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് പരാതി നൽകി അതിന് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ദുരഭിമാന കൊലയാണെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നുണ്ട്. തിരുനെൽവേലി പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശിവമതിയുടെ മരണം ആത്മഹത്യയാണെന്ന് വീട്ടുകാർ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ മരണത്തിന് തൊട്ടു മുൻപ് താൻ ക്രൂരമായ മർദ്ദനത്തിനിരയായെന്ന് ശിവമതി കാമുകനോട് വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ശരീരത്തിന് മർദ്ദനമേറ്റ് പാടുകളുണ്ടോ എന്നും മരണകാരണം ശ്വാസം മുട്ടിച്ചതാണോ എന്നും കണ്ടെത്താൻ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. 2025 ജൂലൈയിൽ തൂത്തുക്കുടിയിൽ ദുരഭിമാനക്കൊല നടന്നിരുന്നു. കവിൻ സെൽവഗണേഷ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന കവിനെ കാമുകി സുഭാഷിണിയുടെ സഹോദരൻ വെട്ടിക്കൊല്ലുകയായിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കൂടി അറസ്റ്റിലായ കേസ് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. ജാതിയുടെ പേരിലുള്ള ഇത്തരം ദുരഭിമാന കുറ്റകൃത്യങ്ങൾ തടയാൻ പ്രത്യേക നിയമം വേണമെന്ന ആവശ്യം ഇതോടെ വീണ്ടും ശക്തമായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും